കാര്യമാണ് കഷ്ടം. 2 ദിവസങ്ങളായിട്ട് മാലിന്യ ആഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പോയി കുഞ്ഞിനെ എടുത്തോണ്ട് വരാന്ന് വെച്ചാൽ അനിൽ അത് ഇഷ്ടപ്പെടുകയില്ല. എന്താ ഇവരിങ്ങനെ? ആ കുട്ടിക്ക് ഭർത്താവിനെ ഭയങ്കര സംശയമാണ്. എന്നാ അനിലാണെങ്കിലോ എത്ര നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണെന്നോ. ഇത് പറഞ്ഞു കേട്ടതല്ല, എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാണ്. വീട്ടിൽ ജോണി ഏതെല്ലാം സ്ത്രീകളോട് സംസാരിക്കുന്നു, ഇടപഴകുന്നു. എനിക്കങ്ങനെ ഒരു തെറ്റിദ്ധാരണയുമില്ല. നിങ്ങൾ പ്രേമിച്ചല്ലോ കല്യാണം കഴിച്ചത്. പ്രേമിച്ച് കല്യാണം കഴിച്ച പല സ്ഥലത്തെയും ഗതി ഇതാ. ഇതത്ര കുഴപ്പമില്ല. ഒരു പക്ഷെ തിരിഞ്ഞാണെങ്കിലോ? അനിൽ മാന്യെ സംശയിച്ചാലോ? എന്തിനാ വെറുതെ നമ്മൾ ഇതൊക്കെ പറയുന്നത്? കേൾക്കുമ്പോ തന്നെ വിഷമം തോന്നുന്നു. എന്റെ ഭർത്താവ് എന്നെ സംശയിച്ചാൽ ആ നിമിഷം ഞാൻ മരിക്കും. അതൊന്നും നടക്കില്ല. നമ്മൾ കുറെ കരയേണ്ടി വരും, അത്ര തന്നെ. മാലിന്യ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ? വേണ്ട, അച്ഛനും അമ്മയൊക്കെ വന്നു പോയതല്ലേ, എന്തെങ്കിലും മാറ്റം കാണും. എന്താ മോളെ? അമ്മയുടെ മെണ്ട് മെണ്ട. മാലു, മാലുക്കുട്ടി, പട്ടിക്കുട്ടി. അങ്ങനെയൊന്നും വിളിച്ചെന്ന് വിചാരിച്ച് എന്റെ മനസ്സ് മാറില്ല. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് മാറണം, അല്ലെങ്കിൽ അവള് പോണം. അച്ഛന്റെ കൂടെ കിടന്നോ? കിടന്നോ? എന്നെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയും. ഞാൻ അവളെ ഒരു തരത്തിലും വിഷമിപ്പിച്ചിട്ടില്ല. ആ കുഞ്ഞുമോളെ അവൾക്ക് ഭയങ്കര സംശയമാ. അത് കോളേജിൽ വെച്ചേ ഉള്ളതാ, സരള പറഞ്ഞിട്ടുണ്ട്. നിനക്കെന്നെ സഹായിക്കാൻ കഴിയും എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞതാ. അവസാനമായി ഞാൻ ചോദിക്കുകയാണ്, നിന്റെ ഈ ഭാവത്തിൽ മാറ്റമില്ലേ? അല്പനേരം തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. വെറുതെ നീ വാശി പിടിക്കരുത്. നിന്നെ വേണ്ടെന്ന് വയ്ക്കാൻ എനിക്ക് ഒരു നിമിഷം മതി. പക്ഷേ ഒരു കുട്ടിയായി പോയില്ലേ? ഇനിയെങ്കിലും പറ, നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? നീ ഒരു മാനസിക രോഗിയാണ്. നിന്റെ സംശയം തീർക്കാതെ വേറെ വഴിയില്ല. ഞാൻ തീർത്തരാം. പക്ഷെ ഒരു കുടുംബം നീ കാരണം നശിക്കുന്നു ഓർത്തോ.
വാടി ഇവിടെ. എന്താ എന്ത് പറ്റി? അനിൽ നിന്റെ ആരാ? ക്ലാസ്മേറ്റ്. അല്ല, അതിനു മേലെ എന്തോ ഉണ്ട്. ഒന്നുമില്ല. ഉണ്ട്. അവൻ നിന്റെ കാമുകനാണടി. ഞാനൊരു വിഡ്ഢിയാണെന്ന് വിചാരിച്ചിരുന്നു അല്ലേ? ഒരുമിച്ച് പഠിച്ചവരല്ലേ എന്ന് വിചാരിച്ച് നിനക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ തന്നു. പക്ഷെ നീ ഇങ്ങനത്തവളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിങ്ങൾ ഇനി എങ്ങനെ പറയരുത്, എനിക്കത് സഹിക്കില്ല. എടേ, ഇപ്പോഴും താമസിച്ചിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ അവന്റെ കൂടെ പോകാം. കുടുംബജീവിതം ഇഷ്ടപ്പെട്ടവരോടത്തുള്ളതാണ്. നിങ്ങളെ വിട്ട് ഞാൻ എവിടെ പോകാന്? നിന്റെ ഈ അഭിനയൊന്നും നീ വേണ്ട. ഇത്രയും കാലം ഞാൻ ഒരു വിഡ്ഢിയായി ജീവിച്ചു. ഇനി അത് സാധ്യമല്ല. നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ അത് തെറ്റിപ്പോയി. എടീ, തെറ്റ് ചെയ്തിട്ട് നീ എന്റെ നേർ കയർക്കുന്നു. നിന്നെ ഞാൻ എടീ, നിന്നെ കൊല്ലും. എടീ, എന്താ ലക്ഷ്മിയെടുത്തി? എന്താണ്? കുഞ്ഞുമോൾ ആത്മഹത്യ. ഒന്ന് മാറൂ, അവളെന്റെ കൂട്ടുകാരിയാണ്. ഞാനൊന്ന് കണ്ടോട്ടെ. മാറൂ. നീ കാരണമല്ലേ ആ പാവം മരിച്ചത്? നീ കാരണമല്ലേ ആ പാവം പെണ്ണ് 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 മരിച്ചത്? ഞാൻ കാരണമാണ് കുഞ്ഞുമോൾ ഇത് ചെയ്തത്. പറയൂ, ഞാൻ നിങ്ങളോട് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് കുഞ്ഞുമോളെ കാണണം. എന്നെ കൂടെ അകത്തേക്ക് കയറ്റാൻ പറയണം. മാപ്പ് പറയാൻ. നിനക്കതിന് അർഹതയില്ല. നിഷ്കളങ്കയായ കുട്ടിയെപ്പറ്റി നീ എന്തെല്ലാം പറഞ്ഞു? ഇല്ല, എനിക്ക് ആരും സംശയമില്ല. ഞാനിനി ആരും സംശയിക്കില്ല. തീർച്ചയാണോ? തീർച്ച. ഞാൻ നിങ്ങളുടെ കയ്യിലടിച്ച് സത്യം ചെയ്യാം. സത്യമൊന്നും ചെയ്യണ്ട. എനിക്ക് നിന്നെ വിശ്വാസം. കുഞ്ഞുമോളെ കണ്ടേ? അതാ നോക്കൂ. എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? അത് സാക്ഷാൽ കുഞ്ഞുമോള് തന്നെ. കുഞ്ഞുമോളെ, എന്റെ കുഞ്ഞുമോളെ. കരയാതെ. എന്നാലും നീ എന്നെ എങ്ങനെ വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ. സാരമില്ല. ഇതെല്ലാം സാക്ഷാൽ നകുലേശ്വരന്റെ പണിയാണ്. ദോ മാറ. മംഗളം ഭവന്തു മംഗളം ഭവന്തു മംഗളം ഭവന്തു. ഈ നിൽക്കുന്നവരൊക്കെ ഇവന്റെ ഡ്രാമ ട്രൂപ്പിലുള്ളവരാ. ദേ, ഞാൻ നിന്നോട് പറഞ്ഞ ഡയലോഗൊക്കെ നകുലം പറഞ്ഞു തന്നതാ. നന്ദി പറയേണ്ട സാറിനാ. അത്ര വിശാലമായ മനസ്സുള്ള ഒരു മനുഷ്യനെ ഈ കളിക്കൊക്കെ കൂട്ടുനിൽക്കാനാവും. എനിക്ക് ആരും നന്ദി പറഞ്ഞില്ല. തീർച്ചയായും പറയാം. ലക്ഷ്മിയേട്ടത്തിയല്ലേ ഉള്ള അഡ്വൈസർ. കളിയാക്കൊന്നും വേണ്ട. എനിക്ക് ലക്ഷ്മിയെടുത്ത് ഇഷ്ടം. തമാശയാണ് കളിച്ചതെങ്കിലും സാധിച്ചത് വലിയൊരു കാര്യമാണ്. ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം സാറേ. അനിലിനും കൊടുക്കാൻ ലേശം. അയ്യോ വേണ്ട, അത് അന്നത്തെ ദിവസം കൊണ്ട് തന്നെ നിർത്തി. ഇനി എന്തിനാ എല്ലാരും ഇരിക്കുന്നേ?
എന്റെ അച്ഛനും അമ്മയും പിണങ്ങുന്ന കാണാനാണോ? എങ്കിൽ അത് നടത്തില്ല. ഇവര് നല്ല കുട്ടികളെ.